പോരിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച കേസ് ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ആർക്കും ഏകപക്ഷീയമായി വിജയം അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരുപക്ഷങ്ങൾക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഈ നടപടികളിലുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ ഉയർന്നു കാട്ടുന്നു. വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം സംബന്ധിച്ച തർക്കമാണ് ഈ കേസിലെ പ്രധാന വിഷയം. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചതോടെ ഇരു കക്ഷികളും പ്രാതിനിധ്യം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ കമ്മിറ്റിയിൽ ഓരോ വിഭാഗത്തിൽ നിന്നും എത്ര പേർ വീതം ഉണ്ടാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആർക്കാണ് മേൽക്കൈ ലഭിക്കുക എന്നുള്ളത്.